വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബേസിക് സയൻസിലെ 5ാമത്തെ യൂണിറ്റായ വെൻ കറണ്ട് ഫോൾസ് എന്ന പാഠമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് പഠനത്തിലേക്ക് കിടക്കാം. ഓൺ വാക്കിംഗ് ഇൻ ദ മോർണിംഗ് ഐ ടേൺ ദ ടാപ്പ് ഓൺ എ ബ്രഷ് മൈ ടീത്ത്. നോ വാട്ടർ. നോ വാസ് അബൌട്ട് ദ ടു സ്വിച്ച് in the motor. When I remember that there is power supply yesterday since a tree had been on the line, I heard my son the power finishly as she was unable to grind a rice in the mixie to prepare breakfast. My father and I helped her it completed hard work. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഒരു കുട്ടി രാവിലെ നടന്നിട്ടൊക്കെ പല്ല് തേക്കാൻ പോയപ്പം വെള്ളമില്ല. അപ്പം അവൾ ഓർക്കുന്നു, സ്വിച്ച് ഇട്ട് നോക്കിയപ്പോൾ എന്താ ഓണാവുന്നില്ല. അപ്പം അവൾ അപ്പോഴാണ് ഓർക്കുന്നേ, ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. അപ്പം അപ്പോഴത്തേക്ക് ഒരു മരം വന്ന് ലൈനിൽ വീണ് കറണ്ട് കട്ടായിപ്പോയി. അവിടെ വെള്ളം ഒന്നുമില്ല, കറണ്ടില്ല, ഒന്നുമില്ല. അമ്മ അരയ്ക്കാൻ എടുത്തു വെച്ചു. അപ്പോഴേ അമ്മയെ ഓർക്കുന്നത് കറണ്ടില്ല എന്ന്. അങ്ങനെ പപ്പ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഹൗ ഡിഫിക്കൽട്ട് ഇൻ ദ മാനേജ് എ ഡേ വിത്തൗട്ട് പവർ സപ്ലൈ. ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാ അല്ലേ? ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാ. കനോട്ട് പുട്ട് ഓൺ ലൈറ്റ് ഇടാൻ പറ്റില്ല. കനോട്ട് പുട്ട് ഓൺ ഫാൻ ഇടാൻ പറ്റില്ല. ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ല. കനോട്ട് വാച്ച് ടെലിവിഷൻ, TV കാണാൻ പറ്റില്ല. കനോട്ട് ചാർജ് മൊബൈൽ, ഫോണും ചാർജ് ചെയ്യാൻ പറ്റില്ല. ഡിഡ് യു നോ ലിസൺ ടു വാട്ട് രാജു സെഡ്. ഈ രാജു എന്ന് പറയുന്ന കുട്ടി എന്ത് പറയുന്നതെന്ന് നോക്കൂ. വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് യു ഫേസ് അറ്റ് ദ ഹോം ഓൺ എ ഡേ വെൻ ദെയർ ഈസ് പവർ സപ്ലൈ. എന്ത് പ്രശ്നമാണ് വീട്ടിൽ ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ? റൈറ്റ് ദം ഡൗൺ. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നേരത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. കറണ്ട് ഫാൻ ഇടാൻ പറ്റില്ലെന്നൊക്കെയുള്ള. ഈസ് ദെയർ ഷുവർ ദാറ്റ് ദ വേൾഡ് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി ക്യാൻ ബി ഇമേജ്ഡ് ടുഡേ. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ല എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതെ, അപ്പോൾ ഞാൻ ഈ വായിച്ചത് ഇതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വായിച്ചത് ഈ ഒരു പാരഗ്രാഫാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് ഇത്രയും വായിച്ചു തന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിനി അടുത്തതിലേക്ക് കിടക്കാം. ഹൗ ദ ടോർച്ച് ബൾബ് ഗ്ലോസ്. എങ്ങനെയാണ് ടോർച്ച് ബൾബ് കത്തിക്കുന്നത്? പ്രിപ്പയർ ആൻ അറേഞ്ച്മെൻറ്റ് ടു ലൈറ്റ് എ ബൾബ് യൂസിങ് 2 ടോർച്ച് സെൽസ്, 1 ടോർച്ച് ബൾബ് ആൻഡ് 2 പീസ് ഓഫ് കോപ്പർ വയർ. 2 ടോർച്ച് സെൽ എന്ന് വെച്ചാൽ ബാറ്ററി എടുക്കുക, പിന്നെ ഒരു ബൾബ് എടുക്കുക, എന്നിട്ട് 2 പീസ് ഓഫ് കോപ്പർ വയറും എടുക്കുക. എന്താ പറയുന്നത്? 2 ടോർച്ച് സെൽ എടുക്കുക, പിന്നെ 1 ടോർച്ച് ബൾബ് എടുക്കുക, പിന്നെ 2 പീസ് ഓഫ് കോട്ടൺ വയറും എടുക്കുക, കോപ്പർ വയറും. എന്നിട്ട് ലൈറ്റ് ദ ബൾബ്. ദിസ് അറേഞ്ച്മെൻറ്റ്സ് ഈസ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദ സർക്യൂട്ട്. എ path preparing for circuit to follow from one terminal to other terminal of a torch cell through a copper wire. The bulb glows when a circuit is completed. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? എന്താണ് സർക്യൂട്ട് എന്ന് പറയുന്നത്? എന്താ സർക്യൂട്ട്? ഞാനവിടെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം എന്താ സർക്യൂട്ട് എന്നുള്ളത്. ഈ പാത്ത് തൊട്ട് കണ്ടോ, ഇതാണ് ഈ സർക്യൂട്ട് ഇത്രയും പറയുന്നത് കേട്ടോ. കണ്ടോ ഈ സർക്യൂട്ട് ഞാൻ വരച്ചു കണ്ടോ, ഇത് ഇത്രയും. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് അപ്പം എന്താണ് സർക്യൂട്ട്? ഞാൻ ഇവിടെ വായിക്കാം. ദ പാത്ത് ഓഫ് കറണ്ട് ഫോളോയിങ് ഫ്രം വൺ ടെർമിനൽ ടു എ സെൽ to the cell to other terminal is known as circuit.
അപ്പോൾ എന്താ സർക്യൂട്ട്? ദ പാത്ത് ഓഫ് എ കറണ്ട് ഫോളോയിങ് ഫ്രം ഓൺ ടെർമിനൽ ടു എ സെൽ ടു അതർ ടെർമിനൽ ഈസ് നോൺ ആസ് സർക്യൂട്ട്. ഇവിടെ പറയുന്നുണ്ട് എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന്. വാട്ട് ഈസ് ക്ലോസ്ഡ് സർക്യൂട്ട്? വെൻ എ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ് ഇറ്റ് ഈസ് നോൺ ആസ് ക്ലോസ്ഡ് സർക്യൂട്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ക്ലോസ്ഡ് സർക്യൂട്ട്. Now disconnect any part of the circuit. Doesn't the bulb go? ഇപ്പം ഈ ചെയ്തിരിക്കുന്ന ഇതില്ലേ, ഈ ഒരു സിസ്റ്റമില്ലേ, ഈ സർക്യൂട്ട് ഇതെവിടെ ഈ ചെയ്തേക്കുന്ന ഈ ഒരു സർക്യൂട്ടിലെ ഈ സർക്യൂട്ട് എവിടെയെങ്കിലും ഡിസ്കണക്ട് ചെയ്താൽ ഇത് ഡിസ്കണക്ട് ചെയ്യാം. ഈ ഒരു പോർഷനിലെ ഈ റെഡ് ഈ ഒരു പോർഷനിൽ ആ വയർ ആ ബൾബിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടാൽ കത്തുമോ ഇല്ലയോ? ബൾബ് എന്ത് ചെയ്യും? കത്തുകയില്ല. ഡസ് നോട്ട് ഗ്ലോ ദ ബൾബ്. ഡസിൻ. അപ്പോൾ ചോദിച്ചേക്കാണ്, ഡസൻ ദ ബൾബ് ഗ്ലോ? നോ, ഡസൻ ബൾബ് നോ. ബൾബ് കത്തുകയില്ല. എന്താ ആ സർക്യൂട്ട് അതിൽ നിന്ന് ആ കോപ്പർ വയറൊന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ അത് എന്ത് ചെയ്യില്ല? കത്തുകയില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇതാണ്ടേ ഇത് കണ്ടോ, ഈ സർക്യൂട്ടാണ് ഇവിടെ വരച്ചേക്കുന്നത്. അതിനെ പറ്റിയൊക്കെ നമ്മൾ താഴെ പറയുന്നുണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ. ഇതിനും ഓരോ സിമ്പിൾസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ താഴോട്ട് പഠിക്കും. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ് സർക്യൂട്ട്? ദ പാത്ത് ഓഫ് ദ കറണ്ട് ഫോളോയിങ് ഫ്രം ഓൺ ടെർമിനൽ ടു ദ സെൽ ടു അതർ ടെർമിനൽ ഈസ് നോൺ ആസ് സർക്യൂട്ട്. അത് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഇതിൽ വരുന്ന വാട്ട് ഈസ് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. വെൻ എ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ് ഇറ്റ് ഈസ് നോൺ ആസ് ക്ലോസ്ഡ് സർക്യൂട്ട്. അതാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് വരയ്ക്കാനൊക്കെ നോക്കി വെക്കുക. കണ്ടോ, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മാറ്റിയാൽ അത് കത്തുകയില്ല. അപ്പോൾ ബാറ്ററി സ്വിച്ച് അതൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ എന്താ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഇതെന്താ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഓക്കെ, നൗ ഡിസ്കണക്ട് എനി പാർട്ട് ഓഫ് ദ സർക്യൂട്ട്. ഡസൻറ്റ് ദ ബൾബ് ഗ്ലോ? ഇല്ല, അവ കത്തുകയില്ല. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഈ രണ്ട് ഫിഗറും നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കിയേ. ഈ രണ്ട് ഫിഗറും എന്തെങ്കിലും എന്താണ്ട് ഈ ഫിഗറിനെ ഈ വരച്ച ഈ ഫിഗറിൻ്റെ ഈ ഫിഗർ കണക്കാണോ നമ്മുടെ ഈ രണ്ട് ഫിഗറുകളൊന്ന് നോക്കിയേ. ഈ ഫിഗറുകൾക്ക് എന്താ വ്യത്യാസമുള്ളത്? എന്ത് വ്യത്യാസമുള്ളത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി. എന്തോ ഒരു വ്യത്യാസമുണ്ട്, അത് ഉറപ്പാണ്. അതെന്താ? നമുക്ക് താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇൻ സച്ച് സിറ്റുവേഷൻസ് ദ സർക്യൂട്ട് ഈസ് സെഡ് ടു ബി ആൻ ഓപ്പൺ സർക്യൂട്ട്. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ ഒരു ഇതുണ്ട്, നോക്ക് നിങ്ങൾ. കണ്ടോ, ഇത് ഓപ്പണായി കിടക്കുകയാണ്. ഇതെന്താ ഓപ്പണായി കിടക്കുകയാണ്? ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു വരച്ച് നോക്കി. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ബാറ്ററികൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല. അത് കണക്ക് തന്നെ ഈ കോപ്പർ വയറും ബാറ്ററിയും തമ്മിലുള്ള കണക്ഷൻ കറക്റ്റല്ല. ഇങ്ങനെയുള്ളതിന് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് വിളിക്കും. അപ്പോൾ എന്താ ഓപ്പൺ സർക്യൂട്ട്? വാട്ട് ഈസ് ഓപ്പൺ സർക്യൂട്ട്? വെൻ എ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പൺ സർക്യൂട്ട്. എന്താ പറയുന്നത്? എവിടെയെങ്കിലും ഇതുപോലെയുള്ള എവിടെയെങ്കിലും ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് എന്ന് വിളിക്കും. അത് കണക്ക് തന്നെ ഇവിടെ എന്തെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ? ഈ ഒരു ഫിഗർ സൂക്ഷിച്ച് നോക്കൂ. ഇവിടെ എന്തെങ്കിലും പോർഷൻസ് ഈ ബാറ്ററികൾ കൂട്ടിച്ചേർന്നിട്ടുണ്ട്. കോപ്പർ എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്, ഒന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇത് ക്ലോസ്ഡ് സർക്യൂട്ടാണ് അല്ലേ? അപ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ എന്താണ് ഓപ്പൺ സർക്യൂട്ട്? വെൻ ആ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പൺ സർക്യൂട്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പൺ സർക്യൂട്ട്. അത് അടുത്തയിലേക്ക് ബി ബിഗ്. കംപ്ലീറ്റ് ദ സർക്യൂട്ട് by replacing the bulb with a buzzer. Doesn't the buzzer work? Observe the installation of the circuit of this arrangement. നമ്മൾ നേരത്തെ നമ്മൾ എവിടേക്ക് വെച്ചത് ഏതാണ്? ബൾബാണ് അല്ലേ? ബൾബാണ് നമ്മൾ എന്ത് ചെയ്തത്? നേരത്തെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഇവിടേക്ക് നമ്മൾ ബൾബാണ് വെച്ചിട്ടുള്ളത്. ഇനി പറയാണ് അവർ, നോക്കൂ, ഇനി പറയുന്നത് ഇതിന് പകരം ബൾബിന് പകരം നമ്മൾ എന്ത് ചെയ്യാനാ?
ഒരു ബസർ ഫിക്സ് ചെയ്യാനാണ് പറയുന്നത്. ബസർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ? ഇതിനെയാണ് ബസർ എന്ന് വിളിക്കുന്നത്. ബസർ. ഓക്കെ. അപ്പോൾ ബസർ ഫിറ്റ് ചെയ്യാൻ അപ്പോൾ എന്ത് മാറ്റം നമുക്കൊന്ന് നോക്കാം. ഓക്കെ. നൗ കംപ്ലീറ്റ് ദ സർക്യൂട്ട് റീപ്ലേസിങ് ബൈ ബസർ വിത്ത് എ മിനി മോട്ടർ. ഇതിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ? ഇതിപ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. നിങ്ങളൊന്ന് നോക്കൂ, ഇവിടെ എവിടെയെങ്കിലും വിട്ട് കിടപ്പുണ്ടോ? എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടോ? ബാറ്ററികളൊക്കെ നല്ല സെറ്റ് തട്ടിയിട്ടുണ്ട്, കോപ്പർ വയർ തട്ടിയിട്ടുണ്ട്, എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. അപ്പോൾ എന്താ? ഇത് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അത് നമുക്ക് ഒരു സംശയവും തന്നെ ഇല്ല, അല്ലേ? അതുപോലെ മിനി മോട്ടർ വെച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് മിനി മോട്ടർ. ഈ ബസർ വെച്ച സ്ഥാനത്ത് ഒരു മിനി മോട്ടർ വെച്ച് ചെയ്യൂ, അത് പ്രവർത്തിക്കുമോ? സർക്യൂട്ടൊക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ പ്രവർത്തിക്കില്ല, അല്ലേ? അതെ, അതാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഹാവിൻറ്റ് യു ഫെമിലിയർലി യുവർ സെൽഫ് വിത്ത് 3 ഇലക്ട്രിക് സർക്യൂട്ട്സ്. നമ്മൾ 3 ഇലക്ട്രിക് സർക്യൂട്ട് വെച്ച് നോക്കിയതാ, ബൾബ്, ബസർ, പിന്നെ മിനി മോട്ടർ. അപ്പോൾ try to write down the components in each circuit after examining all the 3. അപ്പോൾ സർക്യൂട്ട് 1ൽ നമ്മൾ ഫിറ്റ് ചെയ്തത് എന്താ? ബൾബാണ്. ബൾബ് അല്ല, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഏതാ? അതിൻ്റെ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഏതാ? ടോർച്ച് സെല്ലാണ്. ടോർച്ച് സെൽ ഇതില്ലേ, ഇതാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അതാണ്. ഇലക്ട്രിക്കൽ ഡിവൈസ്, ഇതിൻ്റെ സർക്യൂട്ട് 1ൻ്റെ ഇലക്ട്രിക് ഡിവൈസ്. സർക്യൂട്ട് 1 എന്ന് പറയുന്നത് ഏതാ? ഇതാണ് സർക്യൂട്ട് 1. ഇതിൻ്റെ കാര്യം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ടോർച്ച് സെല്ലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത് ബൾബാണ്. ഇത് അതിൻ്റെ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അത് കണക്ക് തന്നെ അതിൻ്റെ വയർ യൂസ്ഡ് ഫോർ കണക്ഷൻ, അതേതാണ്? ഈ കോപ്പർ വയർ. ഈ കൊടുത്തേക്കുന്ന ഈ കണക്ഷൻ പോയിന്നില്ല, ഇതാണ് കോപ്പർ വയർ. അപ്പോൾ ഒന്നാമത്തെ സംശയമില്ലല്ലോ. അത് കഴിഞ്ഞ് സർക്യൂട്ട് 2 എന്ന് പറയുന്നത് ഈ ബസറാണ് കേട്ടോ. സർക്യൂട്ട് 2 എന്ന് പറയുന്നത് ഏതാണ്? ഈ ബസറാണ് സർക്യൂട്ട് 2. അതിൻ്റെ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ടോർച്ച് സെല്ലാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇലക്ട്രിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത് ബസറാണ്. ഇപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് ബസറാണ് കേട്ടോ, രണ്ടാമത്തതിൽ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് കോപ്പർ തന്നെയാണ്. അടുത്തത് മൂന്നാമത്തതെന്ന് പറയുന്നത് മിനി മോട്ടർ വെച്ച് ചെയ്യേണ്ടതാണ്. മിനി മോട്ടർ വെച്ച് ചെയ്യുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ടോർച്ച് സെല്ല് ഇവിടെ വരും, പിന്നെ മിനി മോട്ടർ വരും, കോപ്പർ വരും. ഇത്രയാണ് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അടുത്തത് പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദീസ് കോമ്പണൻസ് ആർ സിമിലർ? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ഡിവൈസ് ദാറ്റ് യൂസ്ഡ് ഇലക്ട്രിസിറ്റി, വയർ ദാറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്താ? വാട്ട് ആർ ദ കോമൺ കോമ്പണൻസ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ മെയിൻ കോമ്പണൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് ഡിവൈസ്, വയർ യൂസ്ഡ് ഫോർ കണക്ഷൻ എന്നീ 3 പോയിൻറ്റ്സ് പറയണം. അത് കഴിഞ്ഞ് യു മൈൻഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ കോമ്പണൻസ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. സം ഇലക്ട്രിക് സർക്യൂട്ട്സ് ആർ ഗിവൺ ബിലോ. None of bulbs in these circuits is glowing. Identify its reasons and write it down. ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ രണ്ട് സർക്യൂട്ടുകൾ പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ സർക്യൂട്ടുകൾ പ്രവർത്തിക്കുമോ? ഒരിക്കലും പ്രവർത്തിക്കില്ലല്ലേ? എന്താ അതിന് കാരണം? നോക്കൂ, ഇത് കണ്ടോ? ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ഇത് കണ്ടോ? ഇത് രണ്ടും എന്ത് തന്നെയാണ്? ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ടുകൾ ഒരിക്കലും പ്രവർത്തിക്കില്ല. ഓപ്പൺ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? വെൻ എ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പൺ സർക്യൂട്ട് എന്നല്ലേ. ഇത് രണ്ടും തുറന്നു കിടക്കുകയാണ്. ഇവിടെ ഒരു കോപ്പർ വയർ മുറിഞ്ഞു കിടക്കുന്നു, ഇവിടെ ബാറ്ററിയും കോപ്പർ വയറും തമ്മിൽ കണക്റ്റഡ് അല്ല. അപ്പോൾ ഇത് എന്താണ്? ഇത് ഒരിക്കലും പ്രവർത്തിക്കില്ല അല്ലേ? ഓക്കെ. ഇതിൻ്റെ റീസൺ എന്താ? ഇത് മുറിഞ്ഞു കിടപ്പുണ്ട്, അതിനാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഒരു പോർഷനിലേക്ക് പോവാണ്. ഫോർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അത് നോക്കാം. മേക്ക് ആൻ അറേഞ്ച്മെൻറ്റ് ആസ് ഷോ ബിലോ ആൻഡ് ട്രൈ ടു കംപ്ലീറ്റ് എ സർക്യൂട്ട് യൂസിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. വാട്ട് മെറ്റീരിയൽസ് മേഡ് ദ ബൾബ് ഗ്രോ?
ഇവിടെ കുറച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് താഴെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക്. ഓക്കെ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നെയിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെയിൽ എന്ന് വെച്ചാൽ എന്താ? ആണിക്കാണ് കേട്ടോ നെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെയിൽ നമ്മുടെ ബൾബ് ഗ്രോ ഡസിൻ ബൾബിലോ അത് വെച്ച് നോക്കുമ്പോൾ അതൊരു ഇതല്ലേ, അത് പ്രവർത്തിക്കും കേട്ടോ. ബൾബിൽ അത് പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് സർക്യൂട്ട് ഈസ് കണ്ടക്റ്റിംഗ് നോട്ട് കണ്ടക്റ്റിംഗ്. സർക്യൂട്ട് കണ്ടക്ട് ചെയ്യും. അതപ്പോൾ രണ്ടിലും ടിക്ക് കൊടുക്കാം. രണ്ടാമത്തെ പീസ് ഓഫ് പേപ്പർ, അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത് പ്രവർത്തിക്കില്ല. അതെന്താ? പ്രവർത്തിക്കില്ല. മൂന്നാമത്തെ ബ്ലോക്ക് ഓഫ് വുഡ്, തടിക്കഷ്ണം, അതും പ്രവർത്തിക്കില്ല. അത് കഴിഞ്ഞ് സ്റ്റീൽ സ്പൂൺ, അതെന്ത് ചെയ്യും? പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് വയറും പ്രവർത്തിക്കില്ല. ഇഞ്ചി കൊടുക്കാം. അത് കഴിഞ്ഞ് റബ്ബർ ബാൻഡ്, അതും പ്രവർത്തിക്കില്ല. അത് കഴിഞ്ഞ് ടിൽ ഷീറ്റ്, അത് പ്രവർത്തിക്കും. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് നെയിൽ, അത് കഴിഞ്ഞ് സ്റ്റീൽ സ്പൂണ്, അത് കഴിഞ്ഞ് ടിൻ ഷീറ്റ്. ഇത് 3ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഓക്കെ അത് കഴിഞ്ഞ് നമ്മളിനി അടുത്തൊരു പോർഷനിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നോക്കാം. എന്താണ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്നാണ് നമുക്ക് നോക്കാം. സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കാൾഡ് കണ്ടക്ടേഴ്സ്. സബ്സ്റ്റൻസസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കാൾഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ എന്താണ് കണ്ടക്ടേഴ്സ്? സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കാൾഡ് കണ്ടക്ടേഴ്സ്. അത് കഴിഞ്ഞ് വാട്ട് ഈസ് ഇൻസുലേറ്റേഴ്സ്? സബ്സ്റ്റൻസസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കാൾഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ അത് രണ്ടും മനസ്സിലായല്ലോ. കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്നതിനെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്നും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തതിനെ ഇൻസുലേറ്റേഴ്സ് എന്നും വിളിക്കും. നമ്മൾ ഈ ഒരു ബോക്സ് പഠിച്ചില്ലേ? ഈ ഒരു ബോക്സിൽ നിന്ന് കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും തരംതിരിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ തരംതിരിക്കും? ഈ ഒന്നാമത്തേത് എന്ന് പറയുന്നത് എന്താണ്? അവ ഒരു കണ്ടക്ടറാണ്. ഇലക്ട്രിസിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പീസ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സാണ്. അത് കഴിഞ്ഞ് ഈ ബ്ലോക്ക് ഓഫ് വുഡ്, അതും ഇൻസുലേറ്റേഴ്സാണ്. അത് കഴിഞ്ഞ് സ്റ്റീൽ സ്പൂൺ, അതെന്താണ്? കണ്ടക്ടറാണ്. പ്ലാസ്റ്റിക് വയർ, അത് ഇൻസുലേറ്ററാണ്. റബ്ബർ ബാൻഡ്, അതും ഇൻസുലേറ്റേഴ്സാണ്. അത് കഴിഞ്ഞ് ഈ കണ്ടക്ടർ, ഈ ടിൻ ഷീറ്റും കണ്ടക്ടറാണ്. ഈ 3 കാര്യങ്ങളാണ് ഇതിലുള്ളത് കണ്ടക്ടേഴ്സ് ആയിട്ട്. ഈ നെയിൽ, സ്റ്റീൽ സ്പൂൺ, ടിൻ ഷീറ്റും. അത് കഴിഞ്ഞ് ഇതിൽ ഇൻസുലേറ്റേഴ്സ് ദ പീസ് ഓഫ് പേപ്പർ, വുഡ്, പ്ലാസ്റ്റിക് വയർ, റബ്ബർ ബാൻഡ് തുടങ്ങിയവയുമാണ്. ഓക്കെ, അപ്പോൾ ഇതത്രയും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം എക്സാംസിൽ പറയാൻ പറയുന്നത് എന്ത് പറയും? കണ്ടക്ടേഴ്സിന് എന്തൊക്കെയാണ് കണ്ടക്ടേഴ്സിന് ഉദാഹരണം? നെയിൽ, സ്റ്റീൽ പ്ലേറ്റ്, ടിൻ ഷീറ്റ്. അതാണ് ഇൻസുലേറ്റേഴ്സിന് ഉദാഹരണം പറയാൻ പറഞ്ഞ ഏത് പറയും? പീസ് ഓഫ് വുഡ്, പീസ് ഓഫ് പേപ്പർ, പ്ലാസ്റ്റിക് വയർ, റബ്ബർ ബാൻഡ് എന്നിവയും പറയും. ഓക്കെ അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് നമുക്ക് പോവാം. Do these activities using more materials and expect the table. Write them down in your science diary. ഇത് നമ്മൾ കുറച്ച് മെറ്റീരിയൽസും കൂടി വെച്ച് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഇതിനൊക്കെ എങ്ങനെ വരയ്ക്കുന്നത്, ഇതിനൊക്കെ ഓരോ ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ സർക്യൂട്ടൊക്കെ വരയ്ക്കുന്നത്, അതിലേക്കാണ് നമ്മളിനി കിടക്കാൻ പോകുന്നത്. Let us use symbols. In all circuits, use have so far figures the source of electricity and device we draw in this very different. We could easy to give symbols to reach them while drawing circuits. Try to understand the symbols to each observing the table below. ഈ ടേബിൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇത് ഇലക്ട്രിക് സെല്ല് എന്ന് വെച്ചാൽ ടോർച്ചിന് ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ബാറ്ററിക്ക് ഉപയോഗിക്കുന്ന സിമ്പിൾ ഇതാണ്. ബൾബിന് യൂസ് ചെയ്യുന്നത് ഇതാണ്. ഗ്ലോയിങ് ബൾബ്, കത്തി നിൽക്കുന്ന ബൾബിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്. അത് കഴിഞ്ഞ് സ്വിച്ച് ഇൻ ദ ഓൺ മോഡ്, കത്തി കിടക്കുന്ന സ്വിച്ചിന് ഈ സിമ്പിളാണ്. സ്വിച്ച് ഇൻ ഓഫ് മോഡ്, അതിന് ഇത്തിരി പൊന്തിയിരിക്കും കണ്ടോ, ഈ ഒരു സിമ്പിളാണ്.
അത് കഴിഞ്ഞ് ബസറിന് ഈ സിമ്പിളാണ് നമ്മൾ നേരത്തെ കണ്ടു. ഫ്യൂസിന് ഈ സിമ്പിളാണ്. അത് കഴിഞ്ഞ് കണ്ടക്റ്റിംഗ് വയർ ഈ ഒരു സിമ്പിളാണ്. ഓക്കെ 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 അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. നൗ നോട്ട് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി വാട്ട് 1, 2, 3 and 4 ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഇൻ. ഈ സർക്യൂട്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിൽ പറയുന്നത് ഇല്ല, ഒന്നാമത്തെ സർക്യൂട്ടിൽ എന്താ പറയുന്നത്? ഒന്നാമത്തെ സർക്യൂട്ടിൽ എന്താ? ഗ്ലോയിങ് ബൾബാണ്. നമ്മളിതാ ഇവിടെ കണ്ടായിരുന്നു. നോക്കൂ, ഗ്ലോയിങ് ബൾബിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഇതാണ്. ഇതല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? ഗ്ലോയിങ് ബൾബാണ്. ഗ്ലോയിങ് ബൾബാണ്. എനിക്ക് എഴുതുന്ന കണക്ക് എനിക്ക് പറ്റുന്നുള്ളൂ. ഇതിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തത് എന്താണ്? കണ്ടക്റ്റിംഗ് വയറാണ്. അതും നമുക്ക് അതിൽ സിമ്പിളുണ്ട്. കണ്ടക്റ്റിംഗ് വയറാണ് എന്ത്? മൂന്നാമത്തത്. മൂന്നാമത്തത് എന്താ? ബാറ്ററിയാണ്. ബാറ്ററിയാണ് എന്ത്? മൂന്നാമത്തെ. നാലാമത്തെ എന്താ? സ്വിച്ച് ഇൻ ഓൺ മൂഡ്. ഇതാണ് ഈ 4. അപ്പോൾ ഒന്നാമത്തെ ഗ്ലോയിങ് ബൾബ്, രണ്ടാമത്തത് കണ്ടക്റ്റിംഗ് വയർ, മൂന്നാമത്തത് ബാറ്ററി, നാലാമത്തത് സ്വിച്ച് ഇൻ ഓൺ മൂഡ്. ഒന്നാമത്തത് എന്താ? ഗ്ലോയിങ് ബൾബ്. രണ്ടാമത്തെ എന്താ? കണ്ടക്റ്റിംഗ് വയർ. മൂന്നാമത്തെ എന്താ പറയുന്നത്? ബാറ്ററി. നാലാമത്തെ എന്താ പറയുന്നത്? സ്വിച്ച് ഇൻ ഓൺ മൂഡ്. ഓക്കെ അപ്പോൾ എത്രയാണ് പറയുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സർക്യൂട്ട്സ് ഒക്കെ വരയ്ക്കുമ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈസ് ദ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ? ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണോ ക്ലോസ്ഡ് സർക്യൂട്ടാണോ? വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ എ സർക്യൂട്ട് ടു ഷോ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്? What change should be made in a circuit to show it as an open circuit? ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആവാൻ എന്ത് കാരണം? ഓക്കെ, അത് കഴിഞ്ഞ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതെന്താണ്? വാട്ട് ഈസ് സ്വിച്ച്? എ സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് വർക്കിംഗ് ഓൺലി വെൻ നെസസറി. എന്താ അർത്ഥം? ഈ സ്വിച്ച് നമുക്ക് വേണ്ടപ്പോൾ മാത്രം ഓൺ ചെയ്താൽ ലൈറ്റ് കത്തും. അതാണ് സ്വിച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ? എ സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് വർക്ക് ഓൺലി വെൻ നെസസറി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ നിൽക്കാൻ നമുക്ക് ലൈറ്റോ ഫാനോ എന്താണെന്ന് വെച്ചാൽ കത്തും. നല്ല ഉപയോഗമല്ലേ? അതെ. പല തരത്തിലുള്ള സ്വിച്ചസ് നമുക്കുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വിച്ചസ്. ഫസ്റ്റ് സ്വിച്ച് നോക്കൂ, ഓർഡിനറി സ്വിച്ച്. നമ്മൾ സാധാരണ ഫാനിനും ടി വിക്കൊക്കെ ഉപയോഗിക്കുന്ന സ്വിച്ചാണ്. അത് കഴിഞ്ഞ് ബെൽ സ്വിച്ചിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എപ്പോൾ ഓൺ ചെയ്ത് നമ്മൾ കൈ എടുക്കുന്നു, അപ്പോൾ അതിങ്ങനെ നിൽക്കും. ബെൽ സ്വിച്ച് ഇതെന്താ? ഇത് സാധാരണ നോർമലായിട്ട് കാണുന്ന സ്വിച്ച്. ഇത് ബെൽ സ്വിച്ച് എന്ന് പറയും. ഇത് ബെൽ സ്വിച്ച്. ഇതെന്താ? ബെൽ സ്വിച്ചാണ്. നമുക്കെപ്പോഴും എപ്പോഴും നമുക്ക് വീടിൻ്റെ പുറത്തൊക്കെ വയ്ക്കത്തില്ലേ സ്വിച്ചസ്, അതാണിത്. പിന്നെ ടു വേ സ്വിച്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ നമ്മൾ കിടക്കുന്ന അടുത്തൊരു സ്വിച്ച് വയ്ക്കും. പിന്നെ അല്ലാതെ കയറി ചെല്ലുന്നിടത്തൊരു സ്വിച്ച് വയ്ക്കും. അതിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ നമുക്ക് കിടന്നുകൊണ്ട് ഫാനും ലൈറ്റും ഓൺ ചെയ്യാം, അവിടെ ആയാലും ഓൺ ചെയ്യാം. അതാണ് എന്ത്? ഈ ടു വേ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ബെൽ സ്വിച്ച്. നമ്മൾ ഒരിടത്ത് ഇത് വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നത്. ഇതെന്താ? ബെൽ സ്വിച്ച് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഡി പി സ്വിച്ച് എന്ന് വെച്ചാൽ നമ്മൾ മോട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന സ്വിച്ച്. ഇതിനെയാണ് ഡി പി സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 5 തരത്തിലുള്ള സ്വിച്ച് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വിച്ചസ്? ഓർഡിനറി സ്വിച്ച്, ബെൽ സ്വിച്ച്, ടു വേ സ്വിച്ച്, പ്രസ് ബട്ടൺ സ്വിച്ച് ആൻഡ് ഡി പി സ്വിച്ചസ്. അപ്പോൾ ഈ സ്വിച്ചസൊക്കെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും പോർഷൻസാണ് ഞാൻ എടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായാലോ? ഇതിൽ ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താണ് സർക്യൂട്ട് എന്ന് ചോദിക്കാം. എന്താണ് സർക്യൂട്ട്? ദ പാത്ത് ഓഫ് സർക്യൂട്ട് ഫോളോയിങ് ഫ്രം one terminal to a cell to other terminal is known as circuit. അത് കഴിഞ്ഞ് what is closed circuit? When a circuit is completed it is known as closed circuit. What is open circuit? When a circuit is not completed it is known as open circuit. What are the components of an electric circuit? Source of electricity, wire used for connection, electric device.
അത് കഴിഞ്ഞ് വാട്ട് ഈസ് കണ്ടക്ടേഴ്സ്, എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് ചോദിക്കാം. സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കാൾഡ് കണ്ടക്ടേഴ്സ്. വാട്ട് ഈസ് ഇൻസുലേറ്റേഴ്സ് എന്ന് ചോദിക്കാം. സബ്സ്റ്റൻസസ് ദോസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കാൾഡ് ഇൻസുലേറ്റേഴ്സ്. അത് കഴിഞ്ഞ് ഈ സിമ്പിൾസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് എന്താണ് സ്വിച്ച് എന്ന് ചോദിക്കാം. എ സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് വർക്ക് ഓൺലി വെൻ നെസസറി. ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റും എന്നാണ്. അത് കഴിഞ്ഞ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വിച്ചസ് എന്ന് ചോദിക്കാം. എന്തൊക്കെയാണ്? ഓർഡിനറി സ്വിച്ച്, ബെൽ സ്വിച്ച്, 2-way സ്വിച്ച്, പ്രസ് ബട്ടൺ സ്വിച്ച്, DP സ്വിച്ചസ്. അത് കഴിഞ്ഞ് പിന്നെ വെൻ ദെയർ ഈസ് നോ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇതാ പാടാണ് വരുന്നത്. cannot put on light, cannot put on fan, fridge wouldn't work, cannot watch television, cannot charge mobile. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഇതെല്ലാവരും പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു, അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഓപ്പൺ സർക്യൂട്ട് ഈ ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കാനും പിന്നെ ഇങ്ങനത്തെ ഉള്ള ഓപ്പൺ സർക്യൂട്ട്സ് വരയ്ക്കാനും നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ എത്രയൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ എത്ര മാത്രമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുത്തുന്നതാണ്. അതുവരെ താങ്ക് യു, ബൈ.